അങ്ങനെ തിരുച്ചിറപ്പള്ളിയിലൂടെ യാത്ര പറയേണ്ട സമയമായി. ഫുഡ് കഴിച്ച് നമ്മൾ റോക്ക്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ സൗകര്യങ്ങളോട് കൂടിയ റെയിൽവേ സ്റ്റേഷനാണിത് കേട്ടോ. നമ്മൾ രാമേശ്വരം യാത്ര നടത്തിയത് രാമേശ്വരത്തേക്ക് സിംഗിൾ ട്രെയിൻ സർവീസൊക്കെ ആരംഭിക്കുന്നതിന് മുന്നായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ട്രിച്ചി ഫോർട്ട് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് ട്രെയിൻ കയറാൻ പോണത്. രാത്രി 11:30 കേട്ടോ ട്രെയിൻ കയറി ഉടനെ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം 6 മണിയോടെ എണീക്കുമ്പോൾ നമ്മൾ പാമ്പൻ പാലത്തേക്ക് കടക്കാൻ പോണ കാഴ്ചയാണ് കാണാൻ പറ്റിയത്. 11:30 രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ രാമേശ്വരത്തേക്കുള്ള യാത്ര. നമ്മൾ ഈ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് എവിടേക്കെങ്കിലും ട്രിപ്പൊക്കെ പോണേന് തലേദിവസം ട്രിപ്പ് പോണ ദിവസം വേഗം ഒന്ന് ആവണേന്ന് പ്രാർത്ഥിച്ച് കിടക്കൂലേ, അതുപോലെ കേട്ടാ പാമ്പൻ പാലം ആവുന്നതിന് മുന്നേ രാവിലെ എണീക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് പാമ്പൻ പാലത്തിൽ കൂടിയുള്ള യാത്ര. നമ്മുടെ എൻജിനീയറിംഗ് വിസ്മയം, ഇന്ത്യയുടെ ഒരു പ്രൗഡ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് രാമനാഥപുരം. ആ രാമനാഥപുരം ജില്ലയിലെ ഒരു ഐലൻഡാണ് രാമേശ്വരം ദ്വീപ്. അപ്പോൾ രാമനാഥപുരം ജില്ലയിലെ മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് പാമ്പൻ പാലത്തിലേക്ക് കടക്കുന്നത്. സാധാരണ ഒരു ഐലൻഡ് ഈ നദികൾ പുഴകൾക്കൊക്കെ നടുവിലുള്ള ഒരു സ്ഥലമല്ലേ. പക്ഷെ രാമേശ്വരം യുണീക്ക് ആവുന്നത് ഇതൊരു കടലുകളാൽ ചുറ്റപ്പെട്ട ഐലൻഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രാമനാഥപുരം ജില്ലയുടെ മണ്ഡപം റെയിൽവേ സ്റ്റേഷനെ രാമേശ്വരമായിട്ട് ബന്ധിപ്പിക്കണ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാലമാണ് ഈ പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം കൂടിയാണ്. നമ്മൾ ഈ കടന്നു പോണത് പുതിയ പാമ്പൻ പാലത്തിൽ കൂടിയാണ്. 2025 ഏപ്രിലിൽ നമ്മുടെ നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അതിനപ്പുറത്തായിട്ട് പഴയ പാമ്പൻ പാലമാണ് നമ്മൾ കാണുന്നത്. 1914 ആ പാലത്തിൻ്റെ നിർമ്മാണം. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട് ഈ പാമ്പൻ പാലം ഇപ്പോഴും നിർത്തിപ്പോരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് രാമേശ്വരത്തെ ബന്ധിപ്പിക്കണ റോഡ് പാലവും ഉണ്ട്. കടലിന് മുകളിലൂടെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് കിടക്കാച്ച എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ. പഴയ പാലത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ കപ്പലൊക്കെ വരുമ്പോൾ പാലത്തിൻ്റെ സെൻട്രൽ ഏരിയ മുകളിലേക്ക് ഉയർത്താനൊക്കെ പറ്റുണ്ടാ. എന്താ അല്ലേ ഓരോ ടെക്നോളജീസ്. കടലിന് നടുവിലായിട്ട് എത്തിയപ്പോൾ ട്രെയിൻ വളരെ സ്ലോയിലാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കണേ. അതിശയം ഒപ്പം തെല്ലൊരു പേടിയൊക്കെ നമുക്ക് തോന്നും. കാരണം കടലിൽ കൂടെ അല്ലേ പോണേന്ന് ഓർക്കുമ്പോൾ ഒരു പേടിയുള്ളൊരു കാര്യം തന്നെയാണല്ലേ. നമ്മൾ ഈ കപ്പലൊക്കെ വരുമ്പോൾ സെൻട്രൽ ഭാഗം പൊന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് ഇപ്പം കാണുന്നത്. എന്ത് ക്ലിയർ വെള്ളമാണെന്നറിയോ ഈ കടലിൽ. നല്ല അടിഭാഗമൊക്കെ തെളിഞ്ഞ് കാണുന്ന രീതിക്കാണ് കടലിലത്തെ വെള്ളം. നല്ല നീലക്കടൽ എന്നൊക്കെ പറയാവുന്ന പോലെ. അങ്ങനെ അതിശയകരമായിട്ടുള്ള പാമ്പൻ പാലത്തിൽ കൂടിയൊക്കെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അവിടെ അടുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ റൂം നോക്കണത്. റൂമൊക്കെ തപ്പി കണ്ടെത്തി ഫ്രഷായിട്ട് നമ്മൾക്ക് രാമേശ്വരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.